നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗർഭിണിയായ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും നല്ലതിനു വേണ്ടി നടത്തുന്ന ചടങ്ങാണ് സീമന്തം. കുഞ്ഞു ദീപകിന്റെ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഞാൻ 1ാം സ്ഥാനത്തേക്ക് വരില്ലെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ അച്ഛൻ തന്ന ഉപദേശം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാനൊരു മത്സരാർത്ഥിയായതും ഞാൻ ചെയ്യേണ്ട കർത്തവ്യം മുഴുവിപ്പിച്ചതും തോറ്റാലും മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന തീരുമാനമെടുത്തതും ആ തീരുമാനമാണ് എനിക്കുണ്ടായ നേട്ടത്തിന് കാരണമായത്. കാലം എനിക്ക് വേണ്ടി കരുതി വെച്ച സമ്മാനത്തിന്റെ ലക്കിന് കാരണം എന്റെ അച്ഛൻ എനിക്ക് തന്ന ഉപദേശവാക്കുകളാ. നിന്റെ കഴിവ്, നിന്റെ പ്രയത്നം, അതിന് നിനക്ക് ലഭിച്ച അംഗീകാരം, അത്രയേ ഉള്ളൂ. മണ്ണാങ്കട്ട അപ്പനും മോളും പരസ്പരം പുകഴ്ത്തി മിക്കവാറും ഇത് അവസാനം എന്റെ നെഞ്ചത്ത് പൊങ്കാലാവുന്ന ലക്ഷണമാണല്ലോ. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു ആഗ്രഹം പറയാനുണ്ട്. ആഗ്രഹോ? ഒരു നേട്ടം കൈവരിച്ചു നിൽക്കുന്ന ആളൊരു ആഗ്രഹം ചോദിക്കുമ്പോ അത് നിറവേറ്റി കൊടുക്കുന്നതല്ലേ അതിന്റെ ശരി? അല്ലേ ശരാ? അതേട്ടാ, പറഞ്ഞോളൂ. അച്ഛാ, അത് ദിവ്യ നമ്മുടെ വീട്ടിലാണല്ലോ ഇപ്പൊ താമസിക്കുന്നത്. അതെ. ഗർഭിണിയായ ദിവ്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ കടമയല്ലേ? ദിവ്യക്കിപ്പോ ഇത് 7ാം മാസം. ദിവ്യയുടെ സീമന്തം നടത്തി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ എന്താ നീ പറഞ്ഞത്? ദിവ്യക്കിത് 7ാം മാസമാണ്. ദിവ്യയുടെ സീമന്തം നടത്തണമെന്ന്. അമ്മായിക്കെന്താ ചെവി കേട്ടൂടെ? പ്രതാപ, കേട്ടില്ലേ നിന്റെ മോള് പറഞ്ഞത്? രാജുവിന്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കി 5 സ്റ്റാർ ഹോട്ടലുകാരുടെ കണ്ണിൽ മണ്ണിട്ട് ഇവളെന്തോ വലിയ പ്രതിഭാസമാണെന്ന് അവരെ വിശ്വസിപ്പിച്ച് കുറെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കാശ് വാങ്ങി. അത് നീയും വലിയ സംഭവമാക്കാൻ നോക്കുമ്പോ മകളുടെ തനി നിറം പുറത്തു വരുന്നത് കണ്ടോ നീ? എങ്ങനെ ഈ കുടുംബത്തിന്റെ മാനം കളയാന്ന് മാത്രം ചിന്തിക്കുന്നവളാ ഇവള്. ആരോ ഉണ്ടാക്കിയ ഗർഭം എന്റെ മകന്റെ തലയെ കെട്ടിവെച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കുന്നവൾക്കും അച്ഛനാരാണെന്നറിയാത്ത ആ കുഞ്ഞിനും നിന്റെ മകൾക്കേ സീമന്തം നടത്തി കൊടുക്കണോന്ന്. ഇത് നടക്കില്ല ഋതികെ. ഞാൻ അതിന് സമ്മതിക്കൂന്ന് നീ വിചാരിക്കണ്ട. ഞാൻ അമ്മായിയോടല്ല, എന്റെ അച്ഛനോടാ സമ്മതം ചോദിച്ചത്. അച്ഛൻ പറയുന്ന തീരുമാനം എന്തായാലും അത് ഞാൻ അനുസരിക്കും. അത്ര തന്നെ. മുതിർന്നവരോട് തർക്കുത്തരം പറയരുതെന്ന് നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ചേച്ചിയോട് ക്ഷമ ചോദിക്കും. അച്ഛൻ ക്ഷമ ചോദിക്കാൻ. അമ്മായി, സോറി. ഇനി മേലാൽ ചേച്ചി എതിർത്ത് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത്. ശരി അച്ഛാ. ചേച്ചി, ദിവ്യ ഇപ്പോ എന്റെ സംരക്ഷണത്തിലാ ഈ വീട്ടിൽ കഴിയുന്നത്. എന്നുവെച്ചാ ഗർഭിണിയായ അവളുടെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗർഭിണിയായ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും നല്ലതിനു വേണ്ടി നടത്തുന്ന ചടങ്ങാണ് സീമന്തം.
കുഞ്ഞു ദീപകിന്റെ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. യാമിനി, ദിവ്യയുടെ സീമന്തം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാ അതൊക്കെ നടത്തിക്കോ. പ്രതാപ, ദിവ്യയുടെ സീമന്തം നടത്തണമെന്ന് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു ചേച്ചി. അമ്മേ, അമ്മ പറഞ്ഞ കേട്ടല്ലോ, തൃപ്തിയായല്ലോ അമ്മയ്ക്ക്. അമ്മ പറയുന്ന ഒന്നിനും അമ്മാവൻ എതിര് പറയില്ലെന്ന് അമ്മ എപ്പോഴും മീൻപിളക്കാറുള്ളതല്ലേ. ഇപ്പൊ എന്തായി? പ്രതാപ, നീ ഇങ്ങനെ എന്നോട് ചെയ്യൂന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല. എന്റെ വാക്ക് നീ ധിക്കരിച്ചു. എങ്കിൽ നീ കേട്ടോ പ്രതാപ, ഈ അംബിക ജീവിച്ചിരിക്കുമ്പോ ദിവ്യയുടെ സീമന്തം ഈ വീട്ടിൽ വെച്ച് നടക്കില്ല. വർമ്മ സാറേ, അംബികമ്മയുടെ ഇപ്പൊ പറഞ്ഞതാണ് ശരി. അത് വർമ്മ സാർ അംഗീകരിച്ചു കൊടുക്കണം. ദിവ്യയുടെ സീമന്തം ഇവിടെ ഈ വീട്ടിൽ വെച്ച് നടത്തില്ലല്ലോ. അംബിക മാഡത്തിന് അതല്ലേ എതിർപ്പ്? സീമന്തം എന്റെ വീട്ടിൽ വെച്ച് നടത്താൻ എനിക്ക് സമ്മതം സാറേ. അങ്ങനെ ചെയ്ത ഈ കാര്യത്തില് ഇവിടെ ഒരു സംസാരത്തിന്റെ ആവശ്യം പോലും ഇല്ലല്ലോ. ചേച്ചി എന്തു പറയുന്നു? അത് ദിവ്യയുടെ സീമന്തം രാജുവിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നതിന് ചേച്ചി എന്ന് പറയുന്ന ചേട്ടാ. എങ്കിൽ അങ്ങനെ നടക്കട്ടെ രാജു. രാജു, ചടങ്ങിന് എന്തൊക്കെ ആവശ്യങ്ങളെന്ന് വെച്ചാ ശേഖരനോട് പറഞ്ഞാൽ മതി കേട്ടോ. വേണ്ട ചേട്ടാ. അല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കോമ്പറ്റീഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ തുകയിൽ നിന്ന് കുറച്ച് ദിവ്യയ്ക്ക് വേണ്ടി ഞാൻ നീക്കി വെച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ. ശരി, അങ്ങനെ ആവട്ടെ. ദീപകേ, നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.